മണി പസിക്കുന്നത് മണി ഫുഡ് ഓർഡർ ആക്കട്ടാ. എണ്ണയും പഞ്ചാരയും വരാത്ത എന്ത് നീ ഓർഡർ ആയിക്കും? അങ്ങനെയാണെ ഹാഫ് പെരി പെരി പുണ്ണാക്കും കാടിവെള്ളം മൊയ്ത്തും കൂടെ പറയാം. അതൊക്കെ എപ്പോ ഇറങ്ങി? അറിഞ്ഞൂടല്ലേ? ഇല്ല. എന്നാ അങ്ങനെ ഒന്നും ഇല്ല. ഞാൻ KFC ഓർഡർ ചെയ്യാൻ പോകുന്നു. KFC മൊത്തം ഓയിലാണ്. ഇല്ല, അവര് വെള്ളത്തിട്ട് പൊരിച്ചിരുന്നു നിനക്ക്. നീ വല്ല ഗ്രീക്ക് സാലഡോ സ്വിറ്റ്സർലാൻഡോ ഒക്കെ പറഞ്ഞേ. രണ്ടാമത് മൊഴിഞ്ഞ ഒന്നുകൂടെ പറയടാ. സ്വിറ്റ്സർലൻഡ് അല്ല, തായ്ലൻഡ്. ഒന്ന് പോടാ, ഞാൻ വീട്ടിലെ കൊണ്ട് പറയാൻ പോകുന്നു. വീട്ടിലൂണ് പറയല്ലേ ചേടാ, ഇത് തന്നെ വീട്ടിൽ വിളിച്ചൊന്നുമല്ല പറയുന്നത്. ഓർഡർ ചെയ്താൽ മതി, അവര് കൊണ്ട് തരും. അതിനകത്തൊക്കെ ഷുഗറും കാർബും ആണ്. ഇത് ആരോട് പറയാൻ? എങ്കിൽ വല്ല H2O കുടിച്ച് ഓറ്റും വലിച്ച് അവിടെ ഇരുന്നോ. എടാ അതുകൊണ്ടല്ലടാ, ഞാൻ എന്ത് കഴിച്ചാലും കലക്കണ്. ഭാഗ്യവാൻ, ഞാൻ എന്ത് കഴിച്ചിട്ടും കലക്കുന്നില്ല. ആ കാര്യത്തിലാണ് എനിക്ക് നിന്നോട് അസൂയ. ഇന്നലെ 2 ഗുലാബ് ജാം കഴിച്ചത്. രാവിലെ എണീച്ചപ്പോ 2 ഗുലാബ് കൊളാബ് അടിച്ചാണ് ഇരിക്കണം. ഞാൻ ഇന്നലെ വണ്ണം വെക്കാനായിട്ട് ഒരു പ്ലേറ്റ് മന്തി കഴിച്ചിട്ട് ചന്തി വഴി പോയതല്ലാതെ എന്റെ ദേഹത്ത് പിടിച്ചിട്ടില്ല. ഇതിലും ഭേദം എന്റെ ഗുലാബ് കൊളാബ് അടിച്ചായിരുന്നു. ഒന്നാമത് ജീവിതം കണസാ മണസാ പോകുന്നു. അതിന്റെ ഇടയ്ക്ക് ശരീരം കൂടെ കണാവണ കാണിച്ചാ എങ്ങനെ? ഒരു സന്തോഷം എന്ന് പറയുന്ന സാധനമില്ല ഈ ശരീരം കാരണം. പള്ള തള്ളക്കി വിളിക്കുന്ന വല്ലതൊക്കെ കൊണ്ട് ഓർഡർ ചെയ്യും. എടോ ഈ സിഗരറ്റ് വലിക്കാതോ ശരീരത്തിന് ക്യാൻസർ ഒക്കെ വരും. അയ്യോ അണ്ണ, അപ്പൊ ഈ ഫോട്ടോ ഉള്ളായിരുന്നല്ലേ? പിന്നെ നീ എന്തോ വിചാരിച്ച അയാള് കപ്പലിന്റെ വിട്ടായി തിന്നിട്ട് ചിരിച്ചപ്പോ എടുത്ത ഫോട്ടോ എന്നത്? അയ്യോ അതറിയാതെ അവ ഇത്രയും നാളും വലിച്ചത്. ഇന്നലെ രാത്രി എപ്പോ എത്തിയണ്ണ? ഒരു 7:30 ആയടാ. എങ്ങനെ വന്നു? ഭാരത് ബന്ദില്. ഭാരത് ബന്ധല്ല, വിദ്യാഭ്യാസ ബന്ധ്. എടാ വന്ദേ മാരണം. എന്റെ പൊന്നുമാരണങ്ങളെ, വന്ദേ ഭാരത്. അതാന്ന് എന്റെ വയറ്റിന്ന് DJ കേൾക്കുന്നു. വല്ലോ പറ. ഞാൻ പറഞ്ഞല്ലേ ഷുഗർ പോലും ഇല്ലാത്ത എന്ത് വേണേലും ഓർഡർ ചെയ്യാൻ. എന്നാ കുറച്ച് കഞ്ഞിവെള്ളം ഓർഡർ ചെയ്ത് ഓർഡർ ആവും കൂച്ചട്ട്. ഒരു കാടിവെള്ളത്തിന്റെ കോമഡി ഇപ്പൊ ഇവിടെ കഴിഞ്ഞായിരുന്നു. ചീഞ്ഞളിഞ്ഞതാ. തത്തമ്മ ചിരിക്കുന്നു. സോറി അണ്ണ. അണ്ണാ ദേഹം അനങ്ങാതെ കനം കുറയ്ക്കാൻ വല്ല വഴിയുണ്ടോ? നിന്നേക്കായ കനം കൂടി എന്റെ അടുത്ത് പോയി നിന്നുറാ. അപ്പൊ നിന്റെ കനം കുറഞ്ഞിരിക്കും. അണ്ണന് നല്ല നീളമുണ്ടല്ലോ, പോലീസിൽ ചേർന്നൂടെ? നിനക്ക് നല്ല കള്ളലക്ഷണം ഉണ്ടല്ലോ. എന്ന് വെച്ച് നീ കക്കാൻ പോടാ. അണ്ണാ നമ്മളെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാലേ നമ്മൾ മാനസികമായിട്ട് തളർന്നു വന്നു. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങള് തളരൂല അല്ലേ? എന്തെങ്കിലും പറഞ്ഞു തളർത്തടോ. അണ്ണാ നിങ്ങൾ വലിച്ചു വലിച്ച് നിങ്ങളുടെ ശ്വാസം മാറി കോശം മാത്രമായിട്ട് കിടക്കുവാണ്. ഒരു കുഴപ്പവും ഇല്ല. ഇവൻ വലിച്ച് അവന്റെ ചുണ്ട് കറുത്ത് പൊട്ടി ഇപ്പൊ ചുമന്നിരിക്കണം. അത് നമുക്ക് ലിപ്ലോക്ക് അടിക്കണം. ലിപ് ബാം. അതടിക്കാം. നിങ്ങളിങ്ങനെ വലിച്ചും കുടിച്ചും നടന്നാ ജോലി കിട്ടത്തില്ലേ? ഓ സുഖം. പെണ്ണും കിട്ടത്തില്ല. എനിക്ക് എന്റെ അണ്ണനുണ്ട്. ഇവര് എന്തോ പറഞ്ഞു തളർത്തു. ഇവന് നല്ല മുടി ഒഴിച്ചിട്ടുണ്ടാ. ആടാ 2 മാസം കൂടെ കഴിഞ്ഞാ നീ കഷണ്ടിയാ സിഗരറ്റ് വലിക്കുന്നതിന്റെ. അണ്ണാ ആണോ അണ്ണാ? ഇല്ലതാ ഒന്നും അറിയില്ല. വിട്, നിങ്ങള് പറഞ്ഞില്ലല്ലോ ഇത് വലിച്ച ക്യാൻസറിനോടെ കഷണ്ടി വരുമെന്ന്. ഓ അപ്പൊ ക്യാൻസർ എന്ന് ചത്താ നിനക്ക് ഒരു ഗുരുവില്ല. കഷണ്ടി വരുന്നതിലാണ് നിനക്ക് കുഴപ്പം. നമുക്ക് ട്രാൻസ്പെറന്റ് ചെയ്യാൻ കണ്ട എല്ലാത്തിനും ഒരു വീക്ക് പോയിന്റ് ഉണ്ട്. അങ്ങേർക്ക് മൂലക്കുരു കൂടെ ഉണ്ടോന്നൊരു സംശയം. അടുത്തത് തളർത്താം. സമയം ഒരുപാടായി, നമുക്കങ്ങ് പോയാലേ. പെണ്ണുണ്ടായിട്ട് ഒരു മാതിരി അഹങ്കാരം പറയരുത്. നിന്റെ കൂടെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങൾക്ക് വേറെ പണിയില്ലാണ്ടാ പെണ്ണില്ലാണ്ടാ. ഈ കാത്തു നിൽക്കുന്നതിന്റെ സുഖം ഞങ്ങളും കൂടെ ഒക്കെ ഒന്ന് അനുഭവിക്കട്ടെ എന്ന് കരുതിയിട്ടാ. നിങ്ങൾ വിചാരിക്കുന്ന പോലൊരു സുഖമൊന്നും ഇല്ല ഇതിന്. എന്റെ പൊന്നടി അവന് അഹങ്കാരമാണ്. നമുക്കൊക്കെ പെണ്ണുണ്ടായിരുന്ന കൊണ്ടല്ല. എന്താടാ കൊണ്ടുപോയാൻ എന്റെ അമ്മയുടെ മരുമോളായിട്ട്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തുവാ? നിന്റെ ഇപ്പൊ ഒരു കൊതു വന്നിരുന്നാ നീ എന്തോ ചെയ്യും? ഇങ്ങനെ അവളെന്തോ ചെയ്യുന്നറിയോ? അവിടെ ഇപ്പൊ ചാടേണ്ട കാര്യം തോന്നുന്നു. കാത്തു നിന്ന് വിഷമിച്ചോ നീ? ഇല്ല, കാല് കഴിച്ച്. സോറി മിക്കി, സോറി. Oh, nice shirt. Is it from Sarah? ആരാ? സാറ അറിയില്ല? എനിക്കങ്ങനെ പെമ്പിള്ളേരെയൊന്നും അറിയില്ല. അയ്യോ, ഇറ്റ്സ് എ ക്ലോത്തിങ് ബ്രാൻഡ്. നന്നായി ചേരുന്നുണ്ട് ഈ ഷർട്ട്. ഇട്ടോണ്ട് വരണ്ടായിരുന്നു. ഇത് നോക്കട്ടെ. എന്തു പറ്റി? ഷർട്ടല്ലേ ഇത്? പോട്ട്. ഇത്രയും നല്ല കൊച്ചിനെ പറ്റിയാണോടാ നീ അവരാധം പറഞ്ഞത്? മിക്കി, ബാ നമുക്ക് അങ്ങോട്ടേക്ക് സംസാരിക്കാം. ഇവിടെ സംസാരിച്ചാ മതി. ചുമ്മാ പോയി അവിടെ സംസാരിക്കും. കോളിംഗ് ബെല്ലല്ല. ഇവിടെ ബോട്ടിംഗ് ഉണ്ടോ? നീന്താ അറിയാവോ? ഇല്ല, ഐ ഡോണ്ട് നോ. എനിക്ക് തെള്ളിയെങ്കിലും ഇടായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞേ. അല്ല, അല്ലെങ്കിൽ നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. ആ ചെറുക്ക അവളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ. സന്തോഷം. TV ആയിരുന്നെങ്കിൽ ഓഫെങ്കിലും ചെയ്യായിരുന്നു. അവൻ എന്നോട് ഒരു ഇഷ്ടവും ഇല്ല. അവനിപ്പോ പഴയതുപോലെ എന്നോട് മിണ്ടാറ് പോലും ഇല്ല. ഞാൻ എന്തു ചെയ്തിട്ടാ പറ? മോളുടെ പ്രണയ ജീവിതം സക്സസ് ആവാൻ അണ്ണ ഒരു വഴി പറയട്ടെ. എന്താ?
എന്താ എന്താ മാറ്റിയിട്ട് എന്താ എവിടാ മാറ്റിയിട്ട് എവിടാ ചിലപ്പോ അവ ഒന്ന് സംസാരിക്കും. അതെന്താ അച്ഛൻ കൊഞ്ചിച്ചാ വളർത്തിയ? നല്ല പഴുത്ത പത്തല് വെട്ടി ആദ്യം അങ്ങേരെ അടിക്കണം. ഇവന്റെ അച്ഛനെ ചീത്ത പറഞ്ഞു. ഇവന്റെ അച്ഛനെ ചീത്ത പറഞ്ഞു. പാവന്റെ അച്ഛൻ എന്ത് ചെയ്തു? ഇവന്റെ ചീത്ത പറഞ്ഞു. ഒന്നുമില്ല വാ വാ. ഞാൻ നിന്നെ അറിയാണ്ട് തെറ്റിദ്ധരിച്ചു പോടാ. കൊഞ്ചിച്ചോ. എന്ത് ഷർട്ടിന്റെ കളർ പോയാ? ഇപ്പൊ പോവും. ഹാൻഡിൽ വിത്ത് കയറേ. എന്ത് അവ അച്ഛനെ ചീത്ത പറഞ്ഞു. അച്ഛനെ കൊഞ്ചിച്ച് വളർത്തിയോണ്ടല്ലേ. പിന്നെ ഞങ്ങളുടെ ഒക്കെ അച്ഛന്മാരെ ഞങ്ങളെ വഞ്ചിച്ചാ വളർത്തിയത്. ഇനി ഞാൻ മിണ്ടാതെ നിന്നോളാം. ആ പോട്ട് സാരമില്ല, വാർക്കായിരുന്നു മതി. എങ്ങനെ പറ്റുന്നത്? തോക്കൂന്നറിയാലോ, പിന്നെ എന്തിനാ ഈ ടെൻഷൻ? എടാ എന്റെ അച്ഛൻ എന്നെ പറ്റി എന്തൊക്കെ പ്രതീക്ഷകളാന്നറിയോ? ഡോക്ടർ എന്നൊക്കെയാ പറയുന്നത്. ഞാൻ ആരാന്നറിയോ? ആരാ? IAS. ഡോക്ടറിനെ ഒന്ന് നോക്കട്ടെ. എടാ വിക്സ് അല്ലാതെ വേറെ ഏതെങ്കിലും മരുന്ന് നിനക്കറിയോടാ? പോളോ. ഒന്ന് പോടോ. ഒന്ന് ഹോൾഡ് ചെയ്യണേ അച്ചൂട്ടാ. റിസൾട്ട് വരാറായില്ലേ? അയ്യോ സൈറ്റില് ഭയങ്കര ബ്ലോക്ക്. സൈറ്റാ? ഞാൻ ഇന്നലെ കയറിയപ്പോ നല്ല സ്പീഡായിരുന്നല്ലേ. അത് വേറെ സൈറ്റാ. അത് നമുക്കും സ്പീഡിൽ വരും. ശരിടാ, നിന്റെ അച്ഛൻ താഴെ വന്ന് റിപ്പോർട്ട്. എന്തിന്? ഞാൻ വിളിച്ചു വരുത്തി ഒരുമിച്ച് റിസൾട്ട് നോക്കി അറിയാല്ലേ. ആ മോനെ, പിന്നെ മുന്തിരി ഉള്ള ലഡു വേണോ മുന്തിരി ഇല്ലാത്ത ലഡു വേണോ? മുന്തിരി മാത്രം വാങ്ങിക്കുന്നതായിരിക്കും അച്ഛന് ലാഭം. അപ്പൊ മുന്തിരി ഉള്ള ലഡു വാങ്ങണം. ആ ഓക്കെ, മുന്തിരി ഉള്ള 5 എണ്ണം എടുത്തോ. ഇയാൾക്ക് എന്താ എന്നെ ഇത്ര വിശ്വാസം? ഇയാളെ മോൻ തന്നെയല്ലേ ഞാൻ? അല്ലേലും തന്തമാർക്കുള്ള വേറെ ഒന്നിനും പൈസ ഇറക്കൂല. പൊട്ടു എന്ന് അറിഞ്ഞാലും പഠിത്തത്തിന് വേണ്ടി പൈസ ഇറക്കും. ഈ സമ്പ്രദായമൊക്കെ മാറ്റണം കേരളത്തിലെ അച്ഛന്മാരൊക്കെ. താഴോട്ട് പോവാ. എന്റെ മോന്റെ A+ ഒന്നില്ല. അത് A+ വരുന്ന വഴിക്ക് എന്തോ ബ്ലോക്ക്. എവിടെ വെച്ച്? അരൂരിന്റെ അടുത്ത് വെച്ച്. ഒന്നും മിണ്ടായിരോ, അത് വന്നോളും. അത് മൊത്തം അല്പസമയത്തിനകം ചങ്ക് തകരാൻ പോകുന്ന 2 മനുഷ്യരാ അത്. അവനെ ഡോക്ടറാക്കാൻ കാരണം പണ്ട് അവൻ ഹോസ്പിറ്റലിൽ പോയ അവൻ എപ്പോഴും ഒരു തരിപ്പാ. അത് നേഴ്സുമാരെ കാണുന്നോണ്ടായിരിക്കും. അല്ലെന്ന് ഡോക്ടറാവാൻ. ബ്ലോക്ക് ഇതുവരെ മാറിയില്ലെന്ന് പറഞ്ഞു. ആ വന്നല്ലേ ഡോക്ടറും കളക്ടറും ഒക്കെ. കളക്ടറെ മഴ പെയ്താ നമുക്കൊക്കെ ലീവ് വരുവോ? ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര ഷാർപ്പ്നർ ആയിരുന്നു. എന്റെ കുറെ മായ്ക്കിടപ്പർ ഉണ്ടായിരുന്നു. ഇങ്ങനെ കടിക്കും ഞാൻ ഇങ്ങനെ. ഓ അതല്ലടോ, ഞാൻ ഭയങ്കര ശ്രദ്ധയായിരുന്നു. ഷാർപ്പ്. എത്ര വരെ പഠിച്ച്? 10 ഡിസ്റ്റന്റ് വാങ്ങാത്തോണ്ട് +1 കയറ്റിയില്ല. ഓ ഈ വിവരം സ്കൂളുകാർക്ക് അറിയൂ? ഇല്ല. താനോ? ഞാൻ അംഗനവാടി കഞ്ഞി കുടിക്കാത്തോണ്ട് LKG കയറ്റിയില്ല. ആ മോനെ, നമുക്ക് ഡോക്ടർ ആവാൻ നീറ്റ് എഴുതണോ അതോ കീം എഴുതണോ? കീം എടുത്തിട്ട് ഞാനത് നീറ്റായിട്ട് എഴുതിക്കോളാം. അങ്ങനെ ഓക്കെ. മോനെ, നീ IPS ആയിട്ട് IAS ആവുന്നോ IAS ആയിട്ട് IPS ആവുന്നു? നേരെ IAS ആവാച്ച. IPS ആയാലേ എന്ന് യൂണിഫോം ഒക്കെ ഇടേണ്ടി വരും. That's my boy. റിസൾട്ട് ഞാൻ പോയി ലഡു വാങ്ങിച്ചോണ്ട് വരാം. ഓടാതറ. ആദ്യം നോക്കണം. അങ്കിളിന്റെ മോന്റെ ആദ്യം നോക്കാം. അങ്കിളിന്റെ മോന്റെ നോക്കും. എന്താ നിന്റെ നോക്കിയ? അങ്കിളിന്റെ മോന്റെ ആദ്യം നോക്കിയാ മതി. തർക്കം വേണ്ട. എങ്കി പെങ്കി പോങ്കി ഹുസ് ഫാദർ സേ ടോങ്കി ഇങ്ങേരി. ദൈവം രക്ഷിക്കും. കിട്ടി. ഇംഗ്ലീഷിന് D+. അങ്ങനെ സൂക്ഷിച്ചു നോക്കിയാച്ചാന്ന്. E+. അതാ എനിക്ക് തെറ്റൂല. ബാക്കി എല്ലാം ഈ ഇളിക്കാനല്ല ഈ തോറ്റ്. തന്റെ മോന്റെ നോക്കണ. വേണ്ടടോ, ഇത്രയേലും പഠിക്കുന്ന തന്റെ മോൻ ഈ ആണെങ്കിൽ ഇവൻ എച്ചും കടന്നു. എന്റെ ഈ വിദ്യാഭ്യാസത്തിന് പറ്റിയ വല്ല കോഴ്സും ഉണ്ടോ? നിന്റെ ഈ വിദ്യ ആഭാസത്തിന് പറ്റിയൊരു കോഴ്സുണ്ട്. പറ, ഞാൻ ചെയ്യാം. MI CAD. പോവാം. ഞാനും പോവാ. ഞങ്ങള് പോവാം. അപ്പൊ രാവിലെ ചന്ദ്രൻ മേശ്വരിയുടെ അങ്ങ് പോയാ മതിയേ. അത് മെക്കാട് പണിയല്ലേ? അതല്ലേ MI കാർഡ്. പോയാലേ നമുക്ക് പഠിച്ചു കിട്ടുന്ന ജോലി മതി. കിട്ടും. അച്ഛാ ഫോണ്. എവിടെ പോയാലും 9 മണിക്ക് മുമ്പ് വീട്ടിൽ കയറി കാണാം. അതല്ല അച്ഛന് ഫോണെന്ന്. എനിക്കെന്തിനാടാ ഈ ടച്ച് ഫോണ്? എന്റെ പൊന്നെ ചേട്ടൻ ദുബായിന്ന് കൊടുത്തു വിട്ടാണ് നിങ്ങളുടെ മോന്താണ്ട് സംസാരിക്കാൻ. പണ്ടവൻ എന്റെ മോന്താണമ്മ ചൊറിച്ചിലായിരുന്നല്ലേ. എനിക്ക് അറിഞ്ഞൂടാ. തന്റെ മോനോടെ തോണ്ടിയോ ചൊറിഞ്ഞോ എന്താന്ന് വെച്ചാ ഇരി, ഞാൻ പോന്നു. എടാ ഇതിൽ എവിടെ തോണ്ടിയാലും എന്നെ കാണുന്നുള്ളു, അവനെ കാണുന്നില്ല. നോക്കേ. ഇതാരിത്? ആരാത്? അച്ഛനായത്? ഞാൻ കരുതി മൊബൈൽ കണ്ടുപിടിച്ച ആരോ ആന്ന്. കണ്ടതി പിടിച്ച് ഞെക്കിയിട്ട് ഇപ്പൊ എന്തോ വേണം? സതീശനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ എങ്ങനെ വിളിച്ചത്? സതീഷേ, മോനെ സതീഷേ. മോനെ സതീഷേ എന്ന് വിളിച്ചാൽ അത് കിട്ടൂല. ഇതാണ് വാട്സാപ്പ്. ഈ പച്ചമാങ്ങ ഇതി പിടിച്ച് ഞെക്കിയിട്ട് ഇത് ഞെക്കിയാ മതി. സതീഷ് ഇതിനകത്ത് ഇരിപ്പുണ്ട്, കൊണ്ടുപോ. കാശും ചെലവാക്കി ദുബായ് പറഞ്ഞു വിട്ടാനെ പച്ചമാങ്ങ കയറി ഇരിക്കുന്നു. വൃത്തിയോട് മോനെ
എന്ത്? ഒരു ചുമന്ന ആപ്പിൽ കയറിയപ്പോ വേണ്ടാത്തൊക്കെ പ്ലേ ആയടാ. വേണ്ടാത്തതിനകത്തെ കയറി നെക്കു. പഴയ എന്റെ ഒരു കൂട്ടുകാരനുണ്ട് ദുബായി പോയാൽ, അവ ഈ ചുമന്ന ആപ്പിളി കാണുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ചുമന്ന ആപ്പിളി കാണും നിങ്ങളുടെ ആര് പറഞ്ഞു? സതീശൻ പച്ചമാങ്ങ കാണുമെങ്കിൽ ഇവൻ ചുമന്ന ആപ്പിളി കാണുമല്ലോ. അങ്ങനെ ദുബായ് ഫ്രൂട്ട്സ് അടയാ. നിങ്ങൾ ഈ പച്ചമാങ്ങ തോണ്ടിയിരുന്നാ മതി. ആകെ 3 ലക്കമുണ്ട് ഇതിൽ, എവിടെ ഇട്ട് തോണ്ടും ഞാൻ. കണ്ടോ, ഇതാണ് ഫേസ്ബുക്ക്. ഞാൻ പോയി ഒരു പേന എടുത്തോണ്ട് വരാം. എന്തിന് ഇതിനകത്ത് പറ്റൊന്നും എഴുതാൻ പറ്റൂല. പിന്നെ ഇതിലെങ്കിലും ഒരുപാട് ആന്റിമാരെ കിട്ടും, നോക്കിയൊക്കെ തോണ്ടണം. തോണ്ടാ നീ എന്നെ അച്ഛാ, ഈ തണ്ടിനെ ആര് പറയട്ടെ വീട്ടിൽ കയറ്റിയത്? ഈ തണ്ടി വിളിച്ചിട്ട് അല്ല നിന്റെ അച്ഛൻ വിളിച്ചിട്ട്. ഇവനെ കഴിഞ്ഞ മാസം കഞ്ചാവ് വളത്തിന് പിടിച്ചതാ. കറിവേപ്പില വാങ്ങിച്ച തൈ മാറിപ്പോയി. അതങ്ങനെ സ്വന്തം നന്ദയ്ക്ക് പഠിപ്പിച്ചെന്നില്ലേ കണ്ട നന്ദയില്ലാത്തവരെയൊക്കെ വിളിച്ച് പഠിക്കേണ്ടി വരും. എന്നാ പാപ്പിച്ചു കൊടു. ആ കൊടുക്കും. എടാ എനിക്ക് ബോറടിക്കുന്നടാ. എന്നാ ലൈവ് ഇട്. ഇത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുമല്ലോ. 500 ഫ്രണ്ട്സ് ഉണ്ട്, സംസാരിച്ചോ. ഹായ് ഫ്രണ്ട്സ്. ഈ പണ്ട് തോണ്ടാനൊന്നും കിട്ടാത്തപ്പോഴേ എന്തു തോണ്ടിയായിരുന്നു വിനോദം കണ്ടെത്തുന്നത്? ഞാൻ കാട്ടി കയറും. എന്തിനി? കസ്തൂരിമാനെ അറിയാവോ? സൂര്യ ടിവിയില്. സീരിയൽ അല്ലടാ, ഇത് ഒറിജിനൽ മാൻ. അതിനെ വെട്ടി കറി വെച്ച് തിന്നും. അതിലും വെറൈറ്റി ഒരു സാധനമുണ്ട്. സിംഹവാലം കുരങ്ങനെ 5 ദിവസം കുടത്തിലിട്ട് വാറ്റും, എന്നിട്ട് അങ്ങ് കുടിക്കും. അപ്പൊ ഒരു തരിപ്പ് കിട്ടും. അത് വേറെ ഒന്നിനും കിട്ടത്തില്ലടാ. അതും പോരായിട്ട് പിന്നെ ആനക്കൊമ്പന്റെ വീട്ടിലെ കട്ടിലിന്റെ അടി ഇരിപ്പോണ്ട്. പോവല്ലേടാ, കഴിഞ്ഞ ദിവസം കേറി പിടിച്ച മയിലിന്റെ എണ്ണ ഇരിപ്പോണ്ടാ. മതിയണ്ണ, അതെന്തേ ചിരി ഇപ്പൊ വരും. ഹലോ, ഇത് ഈസ്റ്റ് സ്റ്റേഷനിൽ നിന്നാണ്. പറ സാറേ. കട്ടിലിന്റെ അടി ഇരിക്കുന്ന ആനക്കൊമ്പ് ഒന്ന് തരുമോ? എന്തിനാ? അല്ല, ഇവിടെ ഇരിക്കുന്ന ആനയുടെ കൊമ്പൊന്ന് ഒടിക്കേ, കൊമ്പ് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിരുന്നു. അതിനത് പശുക്കൊമ്പാ. ആനക്കുമ്പ് സേഫാ, ഞാൻ ജാമത്തിന് ഇറക്കാൻ വരാവേ. ബൈ. അല്ലേടാ. പിന്നെ ഇവിടെ DGPക്ക് ഭയങ്കര മുടി കഴിച്ചില്ല. മയിലെണ്ണയും കൂടെ ഒന്ന് എടുത്തോ കേട്ടോ. പിന്നെ സിംഹവാലം കുരങ്ങിന്റെ വാറ്റും എടുത്തോണ്ടോ, സ്റ്റേഷനിൽ വെച്ചടിക്കാം. അപ്പൊ ജീപ്പുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്, മനസ്സിലായോ? കണ്ണാ ചാടല്ലേ. നീ എന്തോടാ അവന് മെസ്സേജ് ഇട്ടത്? ഭൂമിക്ക് വിടാന്ന്. നോട്ടിഫിക്കേഷൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ച എന്റെ അമ്മാവല്ലായിരിക്കുന്നു. നോക്കിയപ്പോഴല്ലേ യവൻ. ഞാൻ ഈ ഭൂമിന്ന് പോവുക. ഏത് ഗ്രഹത്തിലോട്ട്? ഏതേലും ഒക്കെ ഗ്രഹത്തിലോട്ട്. കണ്ണാ പ്രശ്നം പറ, നമുക്ക് സംസാരിക്കാം. അച്ഛൻ പോടാന്ന് പറഞ്ഞു. ഓടാന്ന് പറയാനുള്ള അധികാരം ഒരു അച്ഛനില്ലേ? അങ്ങനെയാണ് എന്റെ അച്ഛൻ ഇച്ചിരി അധികാരം കൂടുതലാ. നീ ഇവന്റെ അച്ഛൻ ഇവനെ വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ? ആ സമയത്ത് എനിക്ക് തന്നെ തോന്നിപ്പോ ഞാൻ തന്തയില്ലാത്തവനാന്ന്. അവസ്ഥ നോക്കണേ. അതെനിക്കും തോന്നാറുണ്ട്. എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞടാ. അതിനു വേണ്ടി നീ എന്താ ചെയ്തേ? കാണിച്ചു തരാം. ഇതെന്റെ അച്ഛൻ. അച്ഛൻ്റെ 20,000 രൂപ മേടിച്ചിട്ട് പഞ്ചാബിലുള്ള ശേഖരന്റെ കയ്യിൽ കൊടുത്തു. എന്തിന്? ഡബിൾ ചെയ്യാൻ. അപ്പൊ 20,000 കൊടുത്ത് 40,000 കിട്ടിയ? കിട്ടി. ആ തരിപ്പില് 1,00,000 രൂപ അച്ഛൻ്റെ കൂട്ടുകാരുടെ മേടിച്ച് ശേഖർ ദാദയ്ക്ക് വീണ്ടും കൊടുത്തു. 1-2 കിട്ടിയ? അണ്ണാക്കി കിട്ടി. അയാൾ ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. അയ്യോ, അപ്പൊ നമ്മൾ കൊടുത്ത 50,000 ശേഖരന്റെ ആണോ? അത് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഇപ്പൊ ചാവും. അയ്യ, ഒന്ന് പറഞ്ഞ് 2 ഈ ഫ്രൂട്ടി എടുത്തോണ്ട് കായലി ചാടാൻ പോകുന്നതിന് ഞങ്ങളത് മറന്ന്. ആര് മറന്ന്? കുറച്ച് കഴിഞ്ഞ് ഓർക്കാം. നീ ടെൻഷൻ ആവാതെ, പൈസ ശേഖരട്ടന്റെ ഉണ്ടല്ലോ. പിന്നെ മുണ്ടക്കൽ ശേഖരന്റെ ഇരിക്കുന്ന പോടാ ഇറങ്ങി. അല്ലി ശേഖര എവിടെയുള്ളതെന്ന് പറഞ്ഞ്? പഞ്ചാബില്. നീ ഒരു അടയാളം പറ, നമുക്ക് കണ്ടുപിടിക്കാം. നല്ല താടിയും തലേ ടാറപ്പ ഉണ്ടെന്ന് തോന്നുന്നു. തോന്നുന്നെന്നാ? അല്ല, പഞ്ചാബി ആണല്ലോ. നല്ല ഫ്രഷ് അടയാളം പഞ്ചാബിയുള്ള ചെല്ലിപ്പ കണ്ടുപിടിക്കാം. നീ സമ്മാനപ്പെടും. നമുക്ക് ആ പൈസ വേണ്ട, മരിക്കല്ലേ. ഇതെന്തോത്തിന് മുങ്ങിച്ചാമ്പോ പൂച്ചാനാ? ഒന്ന് സമ്മാനപ്പെടുത്തടാ. ഞാൻ അച്ഛനെ വിളിച്ചൊന്ന് സമ്മാനപ്പെടുത്തിട്ട് പോയി ഞാൻ കൂടെ ചാണ്ടി വരും. നീ എന്തെങ്കിലും അറിയാവുന്ന നീ എങ്ങനെടാ മുങ്ങിച്ചാടി സൂയിസൈഡ് ചെയ്യുന്നത്? അതിന് ആര് ചാടിച്ചാവാൻ പോയി? ഫ്രൂട്ടിയിലെല്ലാം 1-ാം തരം എലി വെച്ച് അടിച്ചു വെച്ചേക്കുന്നത്. ഓ, ഫ്രൂട്ടിസൈഡ് ആയിരുന്നു. സുജിയേ, കാശാണോ പ്രധാനം? ഒരു കൂട്ടുകാരന്റെ ജീവിതമല്ലേ. ആ, വിളിക്കാം. ഒന്നുമില്ല. ആ, ഒന്നുമില്ല. മരണം ഒന്നിനൊരു പരിഹാരം അല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അതെ അതെ. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണം. സുധീറെ, ആ വണ്ടി ഒന്ന് എടുത്തേ. എന്തിന്? ഒരു എമർജൻസി. മേടിക്കാം. അതല്ല, ഹോസ്പിറ്റൽ എമർജൻസി. അല്ല, ഇവനെ രക്ഷിക്കണ്ടേ? അവനെ നമ്മൾ രക്ഷിച്ചല്ലോ, ഇനി അടുത്ത ആളെ രക്ഷിക്കണം. അടുത്തതാ ഒരു രക്ഷയില്ലട്ടാ. ഡേറ്റ് കഴിഞ്ഞ് ഞാൻ തോന്നുന്നു. കണ്ണ പരിഹാരം ഒന്നിനൊരു ആത്മഹത്യ ഇല്ല കേട്ടോ. അതെ അതെ, സത്യമാണ്. അത് കാണും ജീവിതമുള്ളേ കണ്ണ. ഒറ്റ എടുപ്പെടുത്തോടാ. അത് ചെലി പോലും ഇത്ര പെട്ടെന്ന് ചാവൂല. ഡബിൾ ഇൻഡിക്കേറ്റർ എന്തിനാ? ഒന്നുമില്ല, അവനെ അടുത്തും വലുത്ത് പറഞ്ഞൂടാ. ഓക്കെ ആണോ? ഈ നോമ്പ് പിടിക്കുന്നതേ ആക്ച്വലി ഈ പാവപ്പെട്ടവരുടെ പട്ടിണിയുടെ വില അറിയാൻ വേണ്ടിട്ട്. എന്തൊക്കെ കഴിച്ച്? ഈത്തപ്പഴത്തിൽ തുടങ്ങി 4 സമൂസ, 2 വെജ് 2 നോൺ വെജ്, പിന്നെ ഇതുപോലത്തെ ഒരു തണ്ണിമത്തം കഴിച്ച്, പിന്നെ പൊറോട്ടയും ബീഫ് കറിയും കഴിച്ച്, പിന്നെ ഒരു ചിക്കൻ ബിരിയാണിയും കഴിച്ച്.
ആ കഞ്ഞി കുടിച്ച് പള്ളിന്ന്, അത് സുന്നത്താ. പള്ളിയിലോട്ടൊരു കുഴി പറയട്ടെ. എടാ സത്യത്തിൽ ഒരു മനുഷ്യന് ഇത്രയൊന്നും തിന്നാൻ പറ്റൂല. മോനെ രാത്രി പള്ളി തറാവിക്ക് പോയിട്ട് കുനിയെ നുവരെയും ചെയ്യണ്ടേ? തറാവിക്ക് പോക്കാൻ നിർത്തി. ഇന്നലെ സുജൂദിൽ പോയപ്പോ ഛർദിക്കാൻ വന്ന്. ഇവിടം വരൊക്കെ കഴിച്ച ആരാലും ഛർദിക്കും. യാ അല്ലാഹ്. അസ്സലാമു അലൈക്കും ഷാനി. വാലേക്കും സലാം. എവിടെ പോന്നു? നമസ്കരിക്കാൻ. ഈ കൈ ഇരിക്കുന്ന സാധനത്തിന്റെ പേരെന്ത്? മുസാമി. മുസമ്പി. അത് നീ നോമ്പുറച്ചപ്പോ ഞാൻ തിന്നത്. മുസാമില്. അത് നിങ്ങളുടെ പള്ളിയിലെ മുക്രി. ഇക്ക എന്തുവായിരുന്നു ഇക്ക അതിന്റെ പേര്? മൂസ. മൂസ. മൂസേ അല്ല. ഡാ കൃഷ്ണ അതിന്റെ പേരെന്ന് പറഞ്ഞേ? മുസല്ലാന്നല്ലേ? കറക്റ്റ്. ഈ പാപെല്ലാം കൂടെ ഇക്കായനും കൂടെ എവിടെ കൊണ്ട് തീർക്കൂടാ? അവസാനമായിട്ട് എപ്പോഴാ മലക്ക് പോയത്? 6ാമത്തെ വയസ്സിൽ. പിന്നെന്ത് പോവാന്? വ്രതം എടുത്താൽ നോൺ വെജ് കഴിച്ചുവിടുന്ന റൂളുണ്ട്. അപ്പൊ കൂടുതൽ തൊലിക്കല്ല്. എല്ലാരും കണക്ക് തന്നെ. യാ അല്ലാ. എന്താ മെനഞ്ഞാന്ന് നോമ്പായിട്ട് ഉച്ചയ്ക്ക് മന്തിക്കവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ടല്ലോ ഇക്ക. ഞാനോ? ഇക്ക തന്നെ മെനങ്ങാന്ന്. അത് ഞാൻ മണം പിടിക്കാൻ പോയതാ. മണം പിടിക്കാനോ? ആ ഈ നോമ്പ് സമയത്ത് നമുക്ക് വിശപ്പടക്കാൻ പറ്റില്ലെങ്കിൽ മണം പിടിച്ച് വിശപ്പ് പറ്റാം. നോമ്പ് മുറിയില്ല. അല്ലേ? അതുപോലെ അറിയാണ്ടോ അബദ്ധത്തിലോ കഴിച്ചാൽ നോമ്പ് മുറിയൂല. ഉമ്മ നിസ്കരിക്കുന്ന സമയം നോക്കി അടുക്കളയിൽ കയറി പ്ലേറ്റ് എടുത്ത് അതിനകത്ത് 2 അരിപ്പത്തിരിയും ചാറും ഒഴിച്ച് കമാന്ന് അടിക്കുന്ന അല്ല അബദ്ധം. ഡയർക്ക നോമ്പ് സമയത്ത് ഇക്കാമടുത്ത് തർക്കുത്തരം പറഞ്ഞ ദോഷം കിട്ടും. ഞാൻ നാളെ ഒരു നോമ്പെടുത്താലോ? എടുക്കുന്നതൊക്കെ കൊള്ളാം. എന്നെ പോലെ റാഹത്തായിട്ട് എടുക്കണം. എന്തൊക്കെയാ ഞാൻ ചെയ്യേണ്ടത്? ഉമ്മുനീര് വന്നാ ഇറക്കരുത്. കഫം വന്നാ തുപ്പണം. അങ്ങനെ ഞാൻ ഇറക്കി പോയാലോ? പോയാലോ? എന്ന് വെച്ചാ അപ്പാടെ മുറിഞ്ഞെന്ന് നിന്റെ നോമ്പ്. കുളിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇത്തിരി വെള്ളം ഞാൻ ഇറക്കിയാലോ? യാ ജിദ്ദാനി വൽ മിത്വാ. അതിന്റെ അർത്ഥം നരകത്തിലാണ് കുഞ്ഞേ നിന്റെ സ്ഥാനം. മിത്ത് എന്തോന്നു? ഇതെന്തോന്നു? ഇതൊന്നുമില്ല. അപ്പൊ ഇതൊന്നുമില്ല. ഈ നോമ്പ് കാലത്ത് കാമുകിയെ കാണാൻ പോകുന്ന പോത്തില്ല. ബ്രിട്ടാനിയ ബിസ്കഫേ. ബ്രിട്ടാനിയ ബിസ്കോഫോ? പൊന്നുമോനെ നിന്നെ കാരണം ഈ ലോകം നശിക്കരുത്. പൊന്നുമോനെ നിന്നെ കാരണം ഈ നാട് നശിക്കരുത്. നീ ദുനിയാവിൽ ഒരു ഭാരമായി മാറരുത്. പൊന്നുമോന്റെ വികാര വിചാരങ്ങളെല്ലാം അടക്കി വെക്കാൻ സഹായിക്കണേ. കഴിച്ചിട്ട് പള്ളി പോയിട്ടാ. വാപ്പയൊരു വാപ്പയാണോ? വാപ്പ എന്റെ വീട്ടിൽ നിറച്ചില്ല വാപ്പാ. എന്നെ പട്ടിണി കിടല്ലേ വാപ്പാ. ഇതൊക്കെ ഉള്ളതാണ്. നിന്റെ വാപ്പ ജബ്ബാർ. കുറച്ച് നേരത്തേക്ക് ഞാൻ വിശ്വസിച്ചു പോയി. അവളെന്നെ ഇട്ടിട്ട് പോയാ ഞാൻ ഈ വെള്ളം അടിച്ച് മരിക്കുമെന്ന് അവള് വിചാരിച്ച. ആദ്യം നീ അടി. ഇനി പറ. സത്യം പറഞ്ഞ വൈഷ്ണവിയെ പോലൊരു പെണ്ണിനെ കിട്ടാൻ പാടാ. പക്ഷെ എനിക്ക് അവളെ വേണമെന്നൊന്നുമില്ല. അതുകൂടെ എടുത്തും കൊടുത്തേടാ. ഇനിയൊന്ന് പറഞ്ഞേ. എനിക്ക് അവളില്ലാതെ പറ്റൂലടാ. ഇതും കൂടെ ഒന്ന് അടിച്ച്. നിനക്കെന്തടാ? അല്ല അടുത്ത ഇത് കഥാപാത്രം ഒന്ന് അറിയാന്. ഐ വാണ്ട് ടു ഡാൻസ്. എനിക്കിതൊന്ന് ആഘോഷിക്കണം. എങ്ങനെ? കരഞ്ഞ് എനിക്കൊന്ന് ഉല്ലസിക്കണം. ഒരു സാധനമുണ്ട്. ഇതിനെങ്ങനെയാ ഞാൻ കരഞ്ഞ് ഡാൻസ് കളിക്കുന്നത്? ഓ എന്നാ ഫിലോൺ ഇട്ടേരാ. ഛം ഛം ചമക്ക് ഛം 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 പറ്റുന്നില്ലടാ. എന്നാ കരഞ്ഞു വഴിക്കൂ. കുമാർ ഓക്കെ. ഭാര്യ ഇവിടുത്തെ ആരുടെ ഭാര്യയല്ല, അപ്പുറത്തെ ഫ്ലാറ്റിലൊന്ന് ചോദിച്ചു നോക്ക്. അതായത് എന്റെ ഭാര്യയാന്ന്. നല്ല റിസോർട്ട്. നിങ്ങൾ ഇവിടെ എന്തൊരു ബഹളമാണ് കാണിക്കുന്നത്? അപ്പുറത്തെ ഫ്ലാറ്റിലുള്ള ആൾക്ക് ഓർക്കണ്ടേ? അതിന് ഞങ്ങൾ ധാരാട്ടമായിട്ട് ഇട്ട് കൊടുക്കണോ? ഹലോ ഹലോ ഹലോ, ഈ ഫ്ലാറ്റിലെ പ്രസിഡന്റ് ആരെന്നറിയോ? ഇന്ത്യൻ പ്രസിഡന്റിനെ അറിയാം. അവിടുത്തെ അല്ലേ ഇവിടെ? കുമാർ, ദിസ് ഗൈസ് ആർ ലിറ്ററലി സ്ക്രീമിംഗ്. അയ്യ സംഭവം മനസ്സിലായില്ല കേട്ടോ. ഇത് ഞങ്ങൾ കാശ് കൊടുക്കുന്ന ഫ്ലാറ്റ്. ഞങ്ങളിവിടെ ബഹളം വെക്കും, വേണേ ഡാൻസ് കളിക്കും, ചിലപ്പം പാട്ടും പാടും. അതെ, ഇവിടെ കുടുംബത്തിൽ പറഞ്ഞവരാ താമസിക്കുന്നത്. എന്നാ പിന്നെ നീ എന്താ ഫ്ലാറ്റിൽ താമസിക്കുന്ന? പോയി കുടുംബത്ത് മനാഫെ വിളിക്കുന്നോ? എന്തോ പറഞ്ഞു. നോട്ട് മനാഫ്, ഇറ്റ്സ് ഇനാഫ്. വിളിച്ചു വരുത്തി കളിയാക്കുന്നോടാ. നീ ഭയങ്കര ഷോ എന്ന്. അയ്യോ കുമു, സ്വന്തം കുടുംബത്തെ കാര്യം നോക്കണ. എന്നെ പേരിന്താൽ അതിറാ ഡോണർ കുമു അടുത്ത് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നാളെ തന്നെ അസോസിയേഷന് കാണിക്കണം. ഷോ മീ. അതെ. നോട്ട് മനാഫ്, ഇറ്റ്സ് ഇനാഫ്.
ബാക്ക് ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. ഇത് നീ പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് ആയിട്ട് പേടിച്ചോലുണ്ടല്ലോ. നാളെ ഒന്നും കൂടി എടുത്താലോ? ഗുമ ഗുമാന്ന് കിട്ടും ബാബാ. വേദന ഉണ്ടോ? ഇല്ല, സൗണ്ടേ ഉള്ളായിരുന്നു.